നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും 50-ലധികം സീറ്റുകളിലാണ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. പല മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ മത്സരിക്കുകയാണ്. ബി.ജെ.പി. എന്തായിരിക്കും ഇങ്ങനെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഈ ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനമല്ല. ഈ സ്ഥാനാർത്ഥി ഓരോരുത്തരെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഔദ്യോഗികമായിട്ട് പിന്നീട് ഉണ്ടാകും. അവർ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാൻ സാധിക്കും. ഓരോ പഞ്ചായത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുക, അതിന് പരിഹാരം ആകത്തക്ക വണ്ണമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. ഇതൊരു വലിയ തന്ത്രം തന്നെയാണ്. അതൊരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ്. ഇത്രയും നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായിട്ടാണെങ്കിൽ പോലും ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? ബി.ജെ.പിയിൽ നിന്നല്ല, CPM-ലോ കോൺഗ്രസ്സിലോ പോലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കാരണം 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇത്രയും മുന്നൊരുക്കം വെച്ച് പുലർത്തുന്നതിൻ്റെ കാരണം ഭരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അമിത്ഷാ പറഞ്ഞ കാര്യവും നമ്മൾ കൂട്ടിച്ചേർക്കണം. 2026 പാലോട് രവി പറഞ്ഞത് ഇന്നലെ പറഞ്ഞു, ഇന്ന് നടക്കുകയാണ് കാര്യം. അതെ, 60 സീറ്റിൽ ബി.ജെ.പി. ഉന്നം ഇട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നതാ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലേ, അനൗദ്യോഗികമായിട്ടാണെങ്കിലും പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അവർ പ്രധാനമായിട്ടും അങ്ങനെ മണ്ഡലങ്ങളെ തിരിച്ചിട്ടുണ്ടല്ലോ, A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്നതാണ്. 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനം, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനം. 2-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ വളരെ 1-ാം സ്ഥാനവുമായിട്ട് വളരെ അകലെയൊന്നുമല്ല, കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. അതുപോലെ 3-ാം സ്ഥാനവും. പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെന്നുണ്ടെങ്കിൽ 100 പഞ്ചായത്തുകൾ അല്ലേ പിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ മുനിസിപ്പാലിറ്റി, നിലവിൽ 2 മുനിസിപ്പാലിറ്റിയാണുള്ളത്. പിന്നെ 2 കോർപ്പറേഷൻ, തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് വളരെ അടുത്ത് നിൽക്കുന്നത്. ഇത് നേടുക എന്നുള്ളതാണ്. അപ്പം ഇത് ആയിക്കഴിഞ്ഞാൽ ആദ്യ പടി നല്ല നേട്ടമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നത്തേത് നിയമസഭയിലേക്കാണ്. ഇപ്പം ഇവിടെ പുറത്തു വന്നിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുന്നതിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് കാണേണ്ടത് ഇപ്പം കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിക്കും എന്നാണ്. 2019 കോന്നിയിൽ മത്സരിച്ചു അല്ലേ? അല്ല, 19 21 അതിനുമല്ല, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതെ, ഈ അടൂർ പ്രകാശ് പാർലമെന്റിലേക്ക് പോയ സമയത്ത്. പിന്നീട് തിരുവനന്തപുരത്തേക്ക് തന്നെ വരാം. തിരുവനന്തപുരത്ത് പറയുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം 3-4 മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ബി.ജെ.പി. നോട്ടമിട്ടിരിക്കുന്നത്. അത് നേമം 2016 ബി.ജെ.പിക്ക് കൈനീട്ടം കിട്ടിയതാണ്. അത് 21 കൈവിട്ടുപോയി. അത് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്നു. അവിടേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് രാജീവ് കണക്ക് കൂട്ടുന്നത്. കാരണം നിയമത്തെക്കാൾ കൂടുതൽ ശ്രദ്ധേയമാകാൻ പോകുന്ന വട്ടിയൂർക്കാവായിരിക്കും. വട്ടിയൂർക്കാവിൽ, അതെ, വട്ടിയൂർക്കാവിൽ ഏറെ പ്രതീക്ഷയുണ്ട്. കെ മുരളീധരൻ ഇപ്പോൾ അങ്ങോട്ട് വട്ടിയൂർക്കാവിലോട്ട് അടുക്കുന്നില്ല. നേരത്തെ വടകരയ്ക്കൊക്കെ വിട്ടവ് പറഞ്ഞ് ഞാൻ വട്ടിയൂർക്കാവിലേക്ക് വരും, വട്ടിയൂർക്കാവ് മതി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവിടെ മുരളീധരൻ ജയിച്ചു പോയി കഴിഞ്ഞപ്പോൾ പ്രശാന്താണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു. പിന്നെ 21 തുടർ വിജയവും ഉണ്ടായി. പക്ഷെ വി കെ പ്രശാന്തിന് കഴക്കൂട്ടത്തേക്ക് മാറ്റാനുള്ള നീക്കം ഉണ്ടെന്നാണ് അറിയുന്നത്. കാരണം കടകംപള്ളി 2 തവണയായിട്ട് കഴക്കൂട്ടത്ത് നിന്ന് വിജയിക്കുന്നു. പിന്നെ കടകംപള്ളിയെക്കുറിച്ച് അത്ര തൃപ്തരല്ല ജനങ്ങൾ. അതുകൊണ്ട് എന്തായാലും കടകംപള്ളി മാറും, പ്രശാന്തിനെ അവിടേക്ക് കൊണ്ടുവരും. പ്രശാന്ത് കഴക്കൂട്ടം നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അത് കൂടുതൽ ബി.ജെ.പിയെ തടയിടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ്. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. കാരണം കഴക്കൂട്ടത്ത് 2016 മത്സരിച്ചു, 2-ാം സ്ഥാനം വന്നു.
2021 വന്നിട്ട് ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. അന്നേരം കോൺഗ്രസിലെ ഡോക്ടർ SS ലാൽ 3-ാം സ്ഥാനത്തായിപ്പോയി. അപ്പോൾ കഴക്കൂട്ടത്ത് കോൺഗ്രസിൽ വരുന്നത് അഡ്വക്കേറ്റ് JS അഖിലാണെന്നാണ് അറിയുന്നത്. അപ്പം വി മുരളീധരൻ അവിടെ കഴക്കൂട്ടത്ത് മത്സരിക്കും. വി മുരളീധരൻ്റെ പേര് വർക്കലയിലും പറയുന്നുണ്ട്. വർക്കല അല്പം വിജയസാധ്യതയുള്ള ഇടമാണല്ലോ അല്ലേ? ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് വർക്കല. പിന്നെ പറയുന്നത് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പറയുന്നത് പത്മജ വേണുഗോപാലിൻ്റെ പേര് പറയുന്നുണ്ട്. അതിനു മുമ്പ് ശ്രീലേഖ IPSന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് പത്മജയുടെ പേരാണ്. ഒപ്പം കൃഷ്ണകുമാറിൻ്റെ പേരുമുണ്ട്, നടൻ കൃഷ്ണകുമാർ. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2021 മത്സരിച്ചു. അന്ന് UDFന്റെ VS ശിവകുമാർ ആയിരുന്നു ജയിച്ചിരിക്കുന്നത്, ജനാധിപത്യ കേരള കോൺഗ്രസ്. പക്ഷേ ഈ തിരുവനന്തപുരം സെൻട്രലിൽ ഇപ്പം നടക്കാൻ പോകുന്നത് ഇത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ അവിടുത്തെ MLA. അതങ്ങ് ഇല്ലാതാകും. അത് CPM അങ്ങ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് UDFനകത്തെ പ്രശ്നം. അത് കോൺഗ്രസിലെ ശബരിനാഥ് ഇവിടെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ CMBക്ക് ഈ സീറ്റ് നോട്ടമാണ്. കാരണം പണ്ട് തിരുവനന്തപുരം വെസ്റ്റ് ആണ് പിന്നീട് തിരുവനന്തപുരം സെൻട്രലായി മാറിയിരിക്കുന്നത്. അന്ന് MV രാഘവൻ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ CMBക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മത്സരിക്കുന്നത് CP ജോൺ തന്നെയായിരിക്കും. CP ജോണിനെ നല്ല സുരക്ഷിതമായ മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ചു കൊണ്ടുവരണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. CP ജോണുമായി ബന്ധപ്പെട്ട് CMBയുമായി ബന്ധപ്പെട്ട 40-ാം വാർഷികത്തിൽ പറയുന്നുണ്ടല്ലോ, VD സതീശൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അർഹമായ പരിഗണന കൊടുക്കുമെന്നുള്ളത്. അത് ഒന്നിലധികം MLA-മാർ ഉണ്ടാകും. അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെയാണ് CMBക്ക് അത്രയും കൊടുക്കുന്നത്. CMBക്ക് CP ജോൺ ജയിച്ചു വന്നാൽ UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയും കൂടിയാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ കൃഷ്ണകുമാറിന് സാധ്യത കാണുന്നുണ്ട്. കൃഷ്ണകുമാറിന് മണ്ഡലം ഒന്നുകൂടി പരിചിതമാണ്, 2021 അനുഭവം ഉള്ളതുകൊണ്ടും. പിന്നെ പറയുന്നത് കായംകുളത്ത് ശോഭാ സുരേന്ദ്രന്, അത് ശരിയാണ്. ശോഭാ സുരേന്ദ്രൻ അത് ഉറപ്പായിട്ടുള്ള ഒരു സീറ്റാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. കായംകുളത്ത് 1-ാം സ്ഥാനത്തെത്തിയതാണ്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അതിശക്തമായ വനിതകൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമായിരിക്കും. കാരണം കോൺഗ്രസിലെ അരിത ബാബു ആയിരിക്കും 2021 മത്സരിച്ച. CPMകാർ പാൽക്കാരി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചില്ലേ. പിന്നെ CPMലെ പ്രതിഭാകരി ആയിരിക്കുമെന്ന് തോന്നുന്നില്ല മത്സരിക്കുന്നത്. പ്രതിഭാകരി ഇപ്പോൾ 2 തവണയായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. CPMനകത്ത് ഒരു വലിയ ഒരു വിഭിന്ന സ്വരമുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് കായംകുളവും അമ്പലപ്പുഴയൊക്കെ. അമ്പലപ്പുഴയിൽ സന്ദീപ് വചസ്പതിയുടെ പേരാണ് ഇപ്പോൾ പറയുന്നത്. തിരുവല്ലയിലെ അനൂപ് ആന്റണിയുടെ പേരും പറയുന്നുണ്ട്. അതിനൊക്കെ ഏറെ സാധ്യതയുള്ള ഇടങ്ങൾ തന്നെയാണ്. തൃശ്ശൂരിൽ MT രമേശ്, കോവളത്ത് S സുരേഷ്, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഒല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ, ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ P സുധീർ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ഏതാണ്ട് അനൗദ്യോഗികമാണെങ്കിലും ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ വിജയസാധ്യത ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ്, ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കൊള്ളാൻ. അങ്ങനെ തുടങ്ങിക്കൊള്ളുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വലിയൊരു ഗുണം ഉണ്ടാകും. പിന്നീട് അങ്ങോട്ട് ജനങ്ങൾക്ക് ഇവരുമായിട്ട് നല്ല അടുത്ത ബന്ധവും ഉണ്ടാകും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാൻ സാധ്യത ഉണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.